പടം ഒരു രക്ഷയില്ല. എനിക്ക് കുറച്ച് ദിവസത്തേക്കുള്ള ഇനി ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടും ആൾക്കാർ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പടം. ലാലേട്ടന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നെ പറയാൻ പറ്റും. അടിപൊളി, കുറെ നാളുകൾക്ക് ശേഷമുള്ള അടിപൊളി പെർഫോമൻസ്. തരുൺമൂർത്തി ഉള്ള സംവിധാനം എങ്ങനെ എടുക്കാൻ പറ്റും ആ രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ ഒരു സോളോ ഹിറ്റ് ആണ് ഇത്, ഉറപ്പാണ്. ഇത് ദൃശ്യത്തിന്റെ ഒക്കെ റെക്കോർഡ് താർക്കുന്നതിൽ ഒരു സംശയവുമാണ്. അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ജെന്യൂൻ റിവ്യൂ ആണ്. എത്ര ലാലേട്ടൻ ഫാൻ ആണെങ്കിലും പടം ഇഷ്ടമല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ട് പറയാറുണ്ട്. പക്ഷേ ഈ പടം വേറെ ലെവലാണ്. ലാലേട്ടൻ ശോഭന കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ വർഷത്തിന് ശേഷമാണല്ലോ അവർ കാണുന്നത്. ആ ഒരു ഫാമിലി കോംബോയും എല്ലാം അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിന് ശേഷം വേറെ ലെവലിലോട്ടാണ് പടം പോയിട്ട്. അമ്മാതിരി പെർഫോമൻസാ. ഒറ്റയ്ക്ക് ഈ താങ്ക്സ് ടു തരുൺമൂർത്തി. അയാൾക്ക് വലിയൊരു താങ്ക്സ്. അയാൾ ഇതേപോലെ ഒരു പടം പുള്ളിനെ കൊണ്ട് ജയിച്ചു. തിയേറ്ററിൽ അങ്ങനെ തീ മാറും. ഈ പാറി ഇനി ടിക്കറ്റ് കിട്ടിയല്ല. അവരുടെ കോംബോ എങ്ങനെ? ലാലേട്ടൻ ശോഭനയും നമ്മൾ അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുള്ളൂ. കോമഡി ആണെങ്കിലും എല്ലാം വർക്ക് ആയിട്ടുള്ളൂ. ഇതായാലും പക്ക ത്രില്ലറാണോ? ത്രില്ലറുണ്ട്. നമുക്ക് തിയേറ്ററിൽ പിടിച്ചിരിക്കും. അത് റൊമാൻസ് കോമഡി മൂഡിൽ പോയിട്ട് പടം മാറും. ലാലേട്ടന്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ലാലേട്ടൻ ശോഭ കോമ്പോ പിന്നെ പല സാധനങ്ങളുണ്ട് പടത്തിൽ. ത്രില്ലറാണ്. വേൾഡ് ക്ലാസ് എന്ന് പറയില്ലേ, വേൾഡ് ക്ലാസ് എന്ന് പറയണ്ട, മോഹൻലാൽ ക്ലാസ്. ഒരു രക്ഷയില്ല. അമ്മാര് ഒരു സീൻ മോശമില്ല. അത്ര അടിപൊളി ഡയറക്ഷൻ, ഗംഭീര അഭിനയം, ഒരു രക്ഷയില്ല. ശോഭന, മോഹൻലാൽ എല്ലാവരും ഒരു രക്ഷയില്ല. പറയാനുണ്ട് അടിപൊളിയാണ്. ലാലേട്ടൻ എങ്ങനെയുണ്ട്? പറയാനുണ്ട് ലാലേട്ടൻ ഞെട്ടിച്ചോ? ബ്രോ പറയാനുണ്ട് പൊളിയാണ്. ലാലേട്ടൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടാ ചേച്ചി? പഴയ ലാലേട്ടൻ. അതെ, തിയേറ്ററിൽ പക്കാ ത്രില്ലറാണോ? ത്രില്ലറാണ്. ശോഭനയായിട്ടുള്ള കോംബോ ആണ് കുറെ വർഷത്തിന് ശേഷം. ദൃശ്യത്തിനൊക്കെ മുകളിൽ നിൽക്കുവോ? മുകളിൽ നിൽക്കും. ഇങ്ങനെ ലാലേട്ടനെ കാണാനാണ് വെയിറ്റ് ചെയ്തേ. വേണ്ടി വന്ന പക്ഷെ വർത്ത മുതലേ അതുപോലെ ഗംഭീരമാണ്. തരുൺമൂർത്തിക്ക് നമ്മളെ പടം പാട്ടുണ്ടല്ലോ, ഒരു 3-4 തവണ രണ്ടാമത് വൈകിട്ട് വീണ്ടും ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അതുപോലെ ഫാമിലിക്ക് പറ്റിയ അടിപൊളി പടം. ദൃശ്യത്തെ വെല്ലുവോ? അതിനേക്കാൾ വലിയ അതിന്റെ അപ്പുറമാണ്. എക്സ്പെക്ട് ചെയ്യാൻ പറയും. നമ്മൾ അതിനേക്കാൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു റിസൾട്ടാണ് കിട്ടിയത്. ഗംഭീര പടമാണ്. ലാലേട്ടൻ എങ്ങനെ? ഇങ്ങനെ ലാലേട്ടനാണ് വെയിറ്റ് ചെയ്തേ. ഫാമിലി ആയിട്ട് കാണാം. ദൃശ്യത്തെയൊക്കെ വെല്ലുവോ? അടിപൊളിയായിരുന്നു. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാലേട്ടൻ ശോഭന കോമ്പ എങ്ങനെയുണ്ടോ? ലാലേട്ടനെ ശോഭന കോമ്പ പൊളിയാണ്. തിയേറ്ററിൽ കോളക്കും അത്രയാണ്. അടിപൊളി തകർത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലാലേട്ടനാണ് വെയിറ്റ് ചെയ്തേ. ലാലേട്ടൻ ദൃശ്യമൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ മുകളിൽ നിൽക്കുമോ? ആണ്. ലാലേട്ടൻ ശോഭന കോമ്പോ ഒക്കെ ഉണ്ട് കുറെ വർഷത്തിന് ശേഷമാണ്. അടിപൊളിയാണ്. പടം എങ്ങനെയാണ്? ത്രില്ലറാണോ ഫാമിലി ആണോ? ആണ്. ലാലേട്ടൻ ഇമോഷൻ ഞങ്ങൾക്ക് കാണാനായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടൻ അഭിനയം ഒന്നും പറയാനില്ല. കണ്ണു നിറയിച്ചു. പിന്നെ കണ്ണു ചേട്ടാ പടം എങ്ങനെയുണ്ട്? അടിപൊളി പടം. അടിപ്പൻ ഒരു രക്ഷയില്ല. ഞാനുണ്ടോ ലാലേട്ടൻ ശോഭനസി കോമ്പോ ഒക്കെ വീണ്ടും വന്നു കഴിഞ്ഞപ്പോ നല്ല അടിപ്പൻ. ഒന്നും പറയാനില്ല. ബ്രോ എന്തായാലും കണ്ടു. എമ്പുരാൻ കണ്ടപ്പോ പോലും എനിക്ക് അത്രയും ഒരു ക്ഷീണം മാറി. പിന്നെ ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ തിരിച്ചു വന്നതെന്ന് പറയാം. ഇവനാണ് രാജാവാണ്. ഇവൻ രാജാവാണ്. ദൈവത്തിന്റെ മകനാണ് ഇവൻ ദൈവത്തിന്റെ മകനാണ്. ഇത് സിനിമയാണ്. ഇതെന്താണ്? ഇത് സിനിമയാണ്. എന്താണ്? ഞാൻ പൈസ വെച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇതുവരെ പൈസ ചോദിച്ചിട്ടില്ല. എന്റെ ചങ്ങാണ്.